ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഐ+ന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് നമുക്കിനി മുന്നിൽ 3 മാസം സമയമുണ്ട്. അതുപോലെ ഈ സിലബസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞായിരുന്നു, പിന്നെ സിലബസ് ഒന്നും മാറാൻ വലിയ ചാൻസ് ഇല്ല, ഒരു 90% ഇതേ സിലബസ് വരും. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സിലബസ് വെച്ചാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതിപ്പോൾ നമുക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ആയി, കാരണം നമ്മൾ ഒരുപാട് മുന്നിൽ പഠിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് ഇപ്പോഴും ഒരു ചാൻസ് മുന്നിൽ കാണുന്നുണ്ട്. കറക്റ്റ് 3 മാസം മറ്റൊരു പരിപാടിക്കും പോവാതെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൻ്റെ അകത്ത് കയറിക്കൂടാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യത്തെ 5ൽ നമ്മൾ വരണം. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സെഷനിൽ നമ്മളൊരു സിലബസ് അനാലിസിസ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിലബസിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 336 2023 നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്. ഗസറ്റഡ് ജോലിയാണ്, മറക്കണ്ട. അപ്പോൾ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് ക്ലാസിക്കൽ. നമുക്ക് ഫിസിക്സിലെ 10 യൂണിറ്റുകൾ ആണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. ഓരോ യൂണിറ്റിനും 10 മാർക്കാണ്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സിലബസിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് പാട് എന്ന് തോന്നുന്നത് ഈ ഓയിലർ ആംഗിളൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ക്ലാസ് എടുത്ത് കുറേ ടെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ആളുകളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത് കൺസ്ട്രെയിൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൺസ്ട്രെയിൻറ്റുകൾ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് കൺസ്ട്രെയിൻറ്റ് എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. കൺസ്ട്രെയിൻറ്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും അതുപോലെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസുകൾ, ഡി-എലംപേരിയൻ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഓപ്പറേറ്ററുകൾ പഠിക്കാനുണ്ട്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഉണ്ട്. ദെൻ കെപ്ലർ പ്രോബ്ലം നമുക്ക് പഠിക്കാനുണ്ട്. ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതുപോലെ HJ ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഓയിലർ ആംഗിൾ, സെൻട്രിഫ്യൂഗൽ ആൻഡ് കൊറിയോളിസിസ് ഫോഴ്സ്, നോൺ ലീനിയർ ഓസിലേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാപ്പ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, നമ്മൾ MSc ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കണ്ടിരുമാനം ഡെറിവേഷനൊക്കെ എഴുതി ഉള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചും നമ്മൾ ചെയ്യില്ല. ഇത് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? കറക്റ്റായിട്ട് പോയിന്റുകൾ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട MCQ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഒക്കെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതാണ് 10 മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി ക്ലാസിക്കൽ മെക്കാനിക്സിൽ. രണ്ടാമത്തേത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കാണുമ്പോൾ വളരെ പാടായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. കാരണം MSc കാലത്തൊക്കെ പഠിക്കുമ്പോൾ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നൊക്കെ വെച്ചാൽ നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പേടി സ്വപ്നമല്ല, നമുക്കൊരു അനുഗ്രഹമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഇതിൻ്റെ അകത്ത് റിസൾട്ടുകൾ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അവിടെ നമുക്ക് പേടി സ്വപ്നമാകാൻ കാരണം ഡെറിവേഷൻസ് ഒക്കെ 8-10 പേജ് വരുന്നതുകൊണ്ടാണ് essay ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. കൃത്യമായിട്ട് ഓരോ ഉദാഹരണത്തിന് ഇപ്പോൾ ബെസൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബെസൽ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ബെസൽ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഓർത്തോഗണാലിറ്റി, പിന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഈ സിലബസ് നമ്മൾ പഠിപ്പിച്ച് തന്നെയാണ് വന്നതെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനറേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, റെക്കറൻറ്റ് റിലേഷൻ ഉണ്ട്, റോഡ്രിഗോ ഫോർമുല ഉണ്ട്, ഓർത്തോഗണൽ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ബെസൽ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കണം അല്ലേ? ബെസൽ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കണം. അത് മാത്രമല്ല ഹെർമൈറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെർമൈറ്റ് പോളിനോമിയൽ, ലാഗുറയെ കുറിച്ച് പറയും. അതായത് സ്പെഷ്യൽ ഫംഗ്ഷനകത്ത് 3 ഫംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ടും: ഹെർമൈറ്റ്, ലാഗുറെ, ബെസൽ. ഇനി കോഷി റെയ്മാൻ കണ്ടീഷൻസും കോഷി ഇൻ്റഗ്രൽ തിയറം. അതായത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിലെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗങ്ങൾ നോക്കണം. റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഫുറിയർ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻ്റഗ്രലും ഗാമ ബീറ്റ ഫംഗ്ഷനുകളാണ്. ഇത്രയും പഠിച്ചാൽ മതി, 10 മാർക്ക് കിട്ടും. 2 ദിവസം കുത്തിയിരുന്ന് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തേത് യൂണിറ്റ് ഇലക്ട്രോണിക്സ് ആണ്. 10 മാർക്കിൻ്റെ ആ ചോദ്യങ്ങൾ. ഇവിടെയും ഘടാഘടീയമാരായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും നമുക്കില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് FETയെ കുറിച്ച് നമുക്കറിയാമല്ലോ. FET VVR ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഫോട്ടോ ഡിറ്റക്ടേഴ്സുകൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, ഫോട്ടോ ഡയോഡ്, അതായത് LED ഒക്കെ, PN ജംഗ്ഷൻ ഡയോഡും സോളാർ സെല്ല്. പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡിഗ്രി കാലം തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ ആപ്ലിക്കേഷനാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഒപ്പാമ്പിൻ്റെ പാരാമീറ്റേഴ്സ്, അത് ഇൻവെർട്ടറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററുമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, കണ്ടോ. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. പിന്നെ ഓപ്പാമ്പ് ഉപയോഗിച്ച് നമുക്ക് മോണോസ്റ്റേബിൾ വൈബ്രേറ്റേഴ്സും മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ടാക്കാം, ഷ്മിറ്റ് ട്രിഗർ ഉണ്ടാക്കാം. മോഡുലേഷൻ്റെ അകത്താണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഡീമോഡുലേഷനാണ് ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? പൾസ് മോഡുലേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാറ്റലൈറ്റ് ഒക്കെ ഞാൻ വിശദമായിട്ട് ഇത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ 3 പുസ്തകങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക്സിലെ 10 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഞാനിപ്പോൾ പറയുമ്പോൾ സാറിന് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇതൊക്കെ ഞങ്ങളല്ലേ പഠിക്കേണ്ടത്. പഠിക്കാൻ പറ്റുമെന്നേ, നിങ്ങളെപ്പോലുള്ള ആരാ ഞാനും.
ഞാനിതൊക്കെ പഠിച്ചില്ലേ, പിന്നെ എന്താ കുഴപ്പം. നാലാമത്തെ യൂണിറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് പാടുള്ള ഭാഗങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്നതും എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കുന്നതും. ഹിൽബർട്ട് സ്പേസും ഓപ്പറേറ്റേഴ്സാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതില്ലേ, എക്സ് പി എക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. പിന്നെ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എൽ എക്സ്, അതുപോലെ J1, J+, J- ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷൻസ്, പോളിസ്പിൻ മെട്രിക്സുകൾ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്, അതിൻ്റെ പ്രോപ്പർട്ടികൾ, പിന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, സ്കാറ്ററിങ്ങിൽ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ, അത് പെർട്ടർബേഷൻ, ഹാമിൽട്ടോണിയൻ്റെ പെർട്ടർബേഷൻ കണ്ടുപിടിക്കണം, ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം, സീമൻ എഫക്റ്റും ഹൈഡ്രജൻ എഫക്റ്റും, വീൽ തിയറി, വെയിൽ ഇക്വേഷൻ, ഇതെല്ലാം റിലേറ്റിവിസ്റ്റിക്. ഈ വെയിൽ ഇക്വേഷനൊക്കെ ഹോൾ തിയറിയൊക്കെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന ഭാഗങ്ങളാണ്. അതും നമ്മൾ വളരെ വിശദമായിട്ട് എടുത്ത് നമ്മൾ ഒരാഴ്ച നീണ്ടു നിന്ന ടെസ്റ്റ് മഹാമഹമൊക്കെ നടത്തി എൻ്റെ കുട്ടികൾ വളരെ നല്ലതായിട്ട് 20 മാർക്ക് മേടിച്ച 10ലധികം കുട്ടികൾ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റ്. ദെൻ 5ാമത്തെ യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗിബ്സ് പാരഡോക്സ് പഠിക്കാനുണ്ട്, ലിയോവില്ലി തിയറം പഠിക്കാനുണ്ട്, ഇക്വിപാർട്ടിഷൻ തിയറം പഠിക്കാനുണ്ട്, വിരിയൽ തിയറം പഠിക്കാനുണ്ട്, ഡെൻസിറ്റി മെട്രിക്സ് പഠിക്കാനുണ്ട്, പിന്നെ ഈ പോളി പാരാമാഗ്നറ്റിസം പോലെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് കുറച്ച് ഭാഗം പഠിച്ചാൽ തന്നെ നമുക്ക് 10 മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിൽ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂക്ലിയർ ഷേപ്പ്, സൈസ്, ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുറച്ച് ഡീറ്റെയിലിംഗ് വരുന്നതാണ് ഈ പാരിറ്റി വയലേഷനും, അതുപോലെ ബീറ്റ ഡി കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആൽഫ ബീറ്റ ഡി കെ തന്നെയാണ്. പിന്നെ ഈ സ്പിൻ ഓർബിറ്റ്, പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെൻ്റ് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ക്വാർക്ക് മോഡൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സ് ലോ ചോദിച്ചിട്ടുണ്ട്. ഷെൽ മോഡലും മാജിക് നമ്പർ ഓർക്കുന്നുണ്ടോ? 2, 8, 20, 28, 50, 82, 126. 2, 8, 20, 28, 50, 82, 126. 50 ആണേ. അപ്പോൾ ഓർക്കുക, ഇതാണ് മാജിക് നമ്പേഴ്സ്. മാജിക് നമ്പറിൻ്റെ പ്രത്യേകത എന്താ? മാജിക് നമ്പറോ പ്രോട്ടോണുകളോ ന്യൂട്രോണുകളോ ഉണ്ടെങ്കിൽ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്. ഡബ്ലി മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം ഇതിലേതെങ്കിലും ഒരു മാജിക് നമ്പറിനോട് തുല്യമാവുക, പ്രോട്ടോൺ നമ്പറും ഇതിലേതെങ്കിലും മാജിക് നമ്പറിനോട് തുല്യമായി കഴിഞ്ഞാൽ അത് ഡബ്ലി മാജിക് അല്ലെങ്കിൽ ഡബ്ലി സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ XRDയുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നോക്കുന്നുണ്ട്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിൻ്റെ അകത്ത്. പിന്നെ പാർട്ടിക്കൽ ഫിസിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് നമ്മൾ പഠിക്കണം. പാർട്ടിക്കൽ ഫിസിക്സ് നമ്മൾ എത്ര ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഈ കാര്യങ്ങളൊക്കെ, അതാണ് ഈ ക്വാർക്ക് മോഡലൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ 10 മാർക്കുണ്ട്. മില്ലർ ഇൻഡിസസുകൾ, റെസിപ്രോക്കൽ ലാക്റ്റിസുകൾ, ബ്രില്യോൺ സോണുകൾ, ഐൻസ്റ്റീൻ ഡീബൈ മോഡൽ, സ്പെസിഫിക് ഹീറ്റ്, അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, കുപ്രൈറ്റ്സുകൾ, അങ്ങനെയുള്ള ആൻറ്റിഫെറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി, വളരെ സിമ്പിൾ ഭാഗങ്ങളാണ്. 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. അറ്റോമിക് ആൻഡ് മോളിക്യുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ബോൺ ഓപ്പൺഹീം അപ്രോക്സിമേഷനിൽ തുടങ്ങി മോസ്ഫെർ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ ഇത് വരുന്നുണ്ട്. അത് മാത്രമല്ല NMR, അതുമായിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് MRI സ്കാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു. രാമൻ സ്പെക്ട്രോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഭാഗങ്ങളാണ്. അതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഇനി 9ാമത്തെ മൈക്രോ പ്രോസസ്സറാണ്. ഫിസിക്സുകാർക്ക് ഇതൊരു അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസ്സറിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ട് 10-15 വർഷത്തിലധികം മൈക്രോ പ്രോസസ്സർ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയെ കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുപ്പിച്ചത്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനാണ് ഇതെടുത്തത്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എന്നേക്കാൾ നന്നായി ഏറ്റവും മികച്ചത് എന്താണോ കിട്ടുന്നത് ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലാസ്സുകൾ വനിത എന്നാ മിസ്സിൻ്റെ പേര്, ടീച്ചറാണ് എടുത്തത്. വളരെ ഭംഗിയായിട്ട് ടീച്ചർ ടോപ്പിക്കുകൾ ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ പോലെയുള്ള ഭാഗങ്ങളും 8051 മൈക്രോ കൺട്രോളറൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ 10ൽ 10 മാർക്ക് കിട്ടാവുന്ന രീതിയിലാണ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. MCQ ചോദ്യങ്ങൾ ടീച്ചർ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ എൻ്റെ പിള്ളേരോട് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇതൊക്കെ നോക്കുക. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട 8085 മൈക്രോ പ്രോസസ്സറും 8051 മൈക്രോ കൺട്രോളറുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10 മാർക്കിന് ചോദ്യം. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ലേസർ ആൻഡ് ഫൈബ്രറ്റിക്സ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഗം ഇതാണ്. നമ്മൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻറ്റുകളെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ലേസർ, 4 ലെവൽ ലേസർ, CO2 ലേസർ, ഡൈ ലേസർ, സെമി കണ്ടക്ടർ ലേസർ ടൈപ്പ് പഠിക്കും. ഹോളോഗ്രാഫിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിക് ഫൈബറിൻ്റെ പ്രോപ്പർട്ടീസും ഒപ്റ്റിക് ഫൈബറിൻ്റെ അബ്സോർപ്ഷൻ, ലോസി, ലീക്ക്, മോഡുകൾ, ഇൻഹറൻറ്റ് എഫക്റ്റ് ലോസുകൾ, അതായത് BL തെരേജയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ഒരുപാടും അഡ്വാൻസ്ഡ് ലെവലുള്ള ഒപ്റ്റിക്സിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. 10 മാർക്കുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇത്രയൊക്കെയാണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഓർക്കുക, 100 മാർക്കിനാണ് ചോദ്യങ്ങൾ. ഓരോ യൂണിറ്റിൽ നിന്നും 10 മാർക്ക് വെച്ചാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, PSC എഴുതുമ്പോൾ നിങ്ങൾ ഓരോ യൂണിറ്റ് വൈസാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും 8 എണ്ണമെങ്കിലും മിനിമം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. ആ രീതിയിൽ ലെവലിലാണ് പഠിക്കണം. 10 കിട്ടണമെന്നൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെ തന്നെ കൂട്ടിയാൽ ഒരു 80 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് 56 ആ ഒരു റേഞ്ചിലായിരുന്നു കട്ട് ഓഫ്. 52 56 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത്. അപ്പോൾ 80 മാർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് 1 കിട്ടും. പിടികിട്ടിയ. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ എഴുതുമ്പോഴും 1, 2 ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ 10 ചോദ്യങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് 10 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ, അതായത് 10 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. കാരണം അടുത്ത സെഷനിൽ നിങ്ങൾക്ക് 6 കിട്ടിയിട്ടുള്ളെങ്കിലും കുഴപ്പമില്ല, 10ൽ 6 ഉള്ളൂ. ആദ്യത്തിൽ നിങ്ങൾക്ക് 10 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ 8 കിട്ടും, 8 കിട്ടും, നമുക്ക് 10ൽ 8 കിട്ടും. കണ്ടോ? അപ്പോൾ അങ്ങനെ വേണം എഴുതി മുന്നോട്ട് പോകാൻ. അപ്പോൾ മാക്സിമം 10 കിട്ടാൻ ശ്രമിക്കുക. കിട്ടിയില്ലേ കുഴപ്പമില്ല, കിട്ടിയാൽ അടുത്ത സെഷൻ നമ്മൾ സേഫ് ആവും. അറിയാത്ത 4 ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ സേഫ് ആവും. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും സമയമുണ്ട്. 3 മാസം കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കല്യാണവും സിനിമയും എല്ലാം മാറ്റിവെച്ച് ഇതിനു വേണ്ടി മാത്രം ഫുൾ ടൈം ഇരുന്ന്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഇരുന്ന് ആരും കാണാതെ ഇത് നമ്മുടെ വീഡിയോയെ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ഉറപ്പായിട്ടും കിട്ടുമെന്നേ, കിട്ടണം. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. 3000 രൂപ എന്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സ് എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഗുണമുണ്ടാവും. എല്ലാ കാലത്തും ഗുണമുണ്ടാവും. ഇനിയൊരു സയൻറ്റിഫിക് ഓഫീസർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ ഹെഡിങ്ങിൽ കാണുന്ന ഒരു ഗസറ്റ് ജോലിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക, ആദ്യത്തെ 5 റാങ്കിൽ എത്തുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.